പഠിപ്പുര മാത്സ് ട്യൂഷൻ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ് സമാന്തര വരകൾ എന്ന പാഠഭാഗത്തിലെ കുറച്ച് പ്രവർത്തനത്തിലേക്ക് കടക്കാം. ചിത്രത്തിലെ താഴെയും മുകളിലെയും വരകൾ സമാന്തരമാണ്. താഴത്തെ ത്രികോണത്തിലെ മൂന്നാമത്തെ കോണും മുകളിലെ ത്രികോണത്തിലെ എല്ലാ കോണുകളും കണക്കാക്കുക. ചിത്രം ഇവിടെ തന്നിട്ടുണ്ട്, കണ്ടോ? പി ക്യു ആർ എസ് ടി രണ്ട് ത്രികോണങ്ങൾ അല്ലേ? ഇതൊക്കെ ഒന്ന് ആർ എസ് ടിയും മറ്റത് പി ക്യു ടിയും. എങ്ങനെ വേണമെങ്കിൽ നമുക്ക് ത്രികോണത്തിന് പേര് കൊടുക്കാം. ഇവിടെ നോക്കിയേ, വലിയ ത്രികോണത്തിന്റെ രണ്ട് കോണുകൾ ഇവിടെ തന്നിട്ടുണ്ട്. ഏതൊക്കെ കോണുകൾ? ഒന്ന് ടി ആർ എസും മറ്റത് ആർ എസ് ടിയും രണ്ട് കോണുകൾ തന്നിട്ടുണ്ട്. ആർ ടി എസ് ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? നമുക്കറിയാം ഒരു ത്രികോണത്തിന്റെ ആകെ കോണുകളുടെ അളവ് എത്രയാണ്? 150 ഡിഗ്രി അല്ലേ? അത് നമുക്ക് എഴുതാം. ത്രികോണത്തിന്റെ കോണുകളുടെ ആകെ തുക എന്ന് പറയുന്നത് എത്രയാണ്? ആകെ തുക എന്ന് പറയുന്നത് എത്രയാണ്? 150 ഡിഗ്രിയാണ് അല്ലെ? ഏതൊരു ത്രികോണം എടുത്താലും ആ ത്രികോണത്തിന്റെ ആകെ കോണുകളുടെ തുക എത്രയാണ്? 150 ഡിഗ്രി എന്ന് നമുക്കറിയാം. അപ്പോൾ ഈ രണ്ട് കോണുകൾ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ കോണ് കണ്ടുപിടിക്കാം. നോക്കിയേ, ഏതാണ് ത്രികോണം? നോക്കിയ ത്രികോണം ആർ ടി എസ് എടുത്തു നോക്കാം അല്ലെ? ആദ്യത്തെ ത്രികോണം ഏതാ? ത്രികോണത്തിന്റെ സിമ്പിൾ ആണ് ത്രികോണം ആർ ടി എസ് അല്ലെ? ത്രികോണം ആർ ടി എസ് എടുത്തു നോക്കാം. കോൺ എന്ന് പറഞ്ഞത് എത്രയാ? ഓക്കെ, ഈ കോൺ അല്ലേ? ഈ കോൺ ഏതാ? ടി ആർ എസ്. കോൺ ടി ആർ എസ് പ്ലസ് പിന്നെയോ ആർ എസ് ടി. കോൺ ആർ എസ് ടി പ്ലസ് പിന്നീട് ഇതല്ലേ ആർ ടി എസ്. കോൺ ആർ ടി എസ് ഈക്വൽ ടു എത്രയാണെന്ന് നമുക്കറിയാം? 150 ഡിഗ്രിയാണെന്ന് പറയാം അല്ലേ? ഈ മൂന്ന് കോണുകളും കൂട്ടിയത് ഏതൊക്കെയാ? ഒന്ന് പറഞ്ഞത് കോൺ ടി ആർ എസ് ഈ കോണാണ്. അതുപോലെ തന്നെ ആർ എസ് ടി ഈ കോൺ. അതുപോലെ തന്നെ ഏതാ? ആർ ടി എസ് ഈ കോൺ. ഈ കോണാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? കണ്ടുപിടിക്കണം. മനസ്സിലായില്ലേ? നോക്കിയേ, കോൺ ടി ആർ എസ് ആണ്. കോൺ ടി ആർ എസ് എന്ന് പറഞ്ഞാൽ 35 ഡിഗ്രി അല്ലേ? 35 ഡിഗ്രി പ്ലസ് കോൺ ആർ എസ് ടി എത്രയാ? ആർ എസ് ടി എത്രയാണ്? 45 ഡിഗ്രി പ്ലസ് കോൺ ഇതേ കണ്ടുപിടിക്കേണ്ടത് ആർ ടി എസ് നമുക്ക് അറിയില്ല. എന്ത് ചെയ്യണം? നമ്മൾ കണ്ടുപിടിക്കണം അല്ലേ? ഈക്വൽ ടു 150 ഡിഗ്രി എന്ന് അറിയാം. ഇനി നോക്കിയേ, 35 45 കൂട്ടിയാൽ എത്ര? കൂട്ടി നോക്കാം. 45 കൂട്ടണം 35 എത്രയാ? 5 5 10 1 ശിഷ്ടം 4 3 7 7 3 8 എത്ര കിട്ടി? 80 ഡിഗ്രി അല്ലേ? ഓക്കെ, 5 5 10 1 ശിഷ്ടം 4 3 7 7 8 80 ഡിഗ്രി. അപ്പോൾ എത്ര കിട്ടും? ഇവിടെ 80 ഡിഗ്രി പ്ലസ് കോൺ ആർ ടി എസ് സമം 180. മനസ്സിലായില്ലേ? ഇനി എന്ത് ചെയ്യാം? കോൺ ആർ ടി എസ് കണ്ടുപിടിച്ചൂടെ? എന്ത് ചെയ്താൽ മതി? ഈ 80നെ സമത്തിന് അപ്പുറം കൊണ്ടുപോയാൽ മതി. ഓക്കെ, കോൺ ആർ ടി എസ് സമം 180 ഡിഗ്രി. നോക്കിയാൽ ഇവിടെ പ്ലസ് 80 ആണല്ലേ? സമത്തിനപ്പുറം നമ്മൾ എന്ത് ചെയ്യും? -80 മാറും. 80 ഡിഗ്രി കണ്ടോ? അപ്പൊ എത്ര കിട്ടും? 100 ഡിഗ്രി. അപ്പൊ എന്ത് കിട്ടി നമുക്ക്? കോൺ ആർ ടി എസ് കിട്ടി. കോൺ ആർ ടി എസ് എത്ര? 100 ഡിഗ്രി. അപ്പൊ ഇതെവിടെ കൊടുക്കാം? ഇതെത്ര കിട്ടി നമുക്ക്? 100 ഡിഗ്രി കിട്ടി. ഇപ്പൊ ഈ ത്രികോണത്തിന്റെ എന്തായി? മൊത്തം കോണുകൾ നമ്മൾ കണ്ടുപിടിച്ചു അല്ലെ? ഏത് ത്രികോണാണ്? ത്രികോണം ആർ ടി എസ്. അടുത്ത ത്രികോണം ഏതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? നോക്കിയേ, ത്രികോണം എങ്ങനെ എടുക്കാം? പി ടി ക്യു അല്ലേ? ത്രികോണം പി ടി ക്യു എന്ന ത്രികോണം എടുത്തു. ചെയ്തു നോക്കാം. ഇത് മാറ്റട്ടെ. അടുത്ത ത്രികോണത്തിലേക്ക് കടക്കാം. ഏതാ അടുത്ത ത്രികോണം? പി ക്യു ടി അല്ലേ? ത്രികോണത്തിന് എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് പേര് നൽകാൻ ഞാൻ ഇവിടെ പി ക്യു ടി ആയിട്ട് എടുക്കുന്നുണ്ട്. ചെറിയ ത്രികോണം. ഇവിടെ നോക്കിയേ, ഈ ടി ആണ് ഈ കോണാണ് കണ്ടുപിടിക്കുന്നത് അല്ലേ? ആദ്യം നമ്മൾ ഏത് കോണാണ് കണ്ടുപിടിക്കേണ്ടത്? ഈ കോൺ. നോക്കിയേ, ഈ കോൺ എത്രയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്? 100 ഡിഗ്രി കിട്ടിയിട്ടുണ്ട്. ഇവിടെ ശ്രദ്ധിക്കുക, ഇതാണ് രണ്ട് സമാന്തര വരകൾ അല്ലേ? പി ക്യൂവും ആർ എസും. നമുക്കിതൊന്ന് നീട്ടി വരച്ചാലോ? നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് നീട്ടി വരക്കുന്നത്.
അതുപോലെ തന്നെ ഇത് വരക്കേണ്ട ആവശ്യമില്ല, കുറച്ചെന്താ വലുത് തന്നെയാണ്. എന്നാലും ഒന്ന് ഇവിടെ ശ്രദ്ധിച്ചോ, നമുക്കറിയാം എന്തെന്ന് രണ്ട് സമാന്തര വരകളെ അല്ലേ, രണ്ട് സമാന്തര വരകളെ വേറൊരു വര മുറിച്ച് കടക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ചെരിഞ്ഞ വര മുറിച്ച് കടക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാം, അതിൻ്റെ എതിർകോണുകൾ തുല്യമാണ് അല്ലേ, അതിൻ്റെ എതിർകോണുകൾ തുല്യമാണ്. ഇത് 100 ഡിഗ്രി ആണെങ്കിൽ ഇത് എത്ര തന്നെയായിരിക്കും, 100 ഡിഗ്രി ആയിരിക്കും. അപ്പൊ നമുക്ക് എന്ത് എഴുതാം, കോൺ RTS ഈക്വൽ ടു ഏതാ, കോൺ PTQ. മനസ്സിലായില്ലേ, രണ്ട് സമാന്തര വരകളെ ഒരു ചെരിഞ്ഞ വര മുറിച്ച് കടക്കുകയാണെങ്കിൽ അതിൻ്റെ എതിർകോണുകൾ തുല്യമായിരിക്കും. മനസ്സിലായില്ലേ, അപ്പോൾ RTS ഈക്വൽ ടു കോൺ PTQ. കോൺ RTS എത്ര, RTS എന്ന് പറഞ്ഞാൽ നമുക്ക് എത്രയാണ് കിട്ടിയിട്ടുണ്ട്, 100 ഡിഗ്രി അല്ലേ, അതുകൊണ്ട് കോൺ PTQ എത്ര തന്നെയായിരിക്കും, 100 ഡിഗ്രി തന്നെയായിരിക്കും. മനസ്സിലായില്ലേ, അപ്പൊ ഇത് എത്രയാണ് കിട്ടി നമുക്ക്, 100 ഡിഗ്രി. എന്താ ഇതിന്റെ ഇത്, എതിർകോണുകൾ തുല്യമായിരിക്കും അല്ലേ, എതിർകോണുകൾ തുല്യമായിരിക്കും. മനസ്സിലായില്ലേ, എതിർകോണുകൾ തുല്യമായതുകൊണ്ട് കോൺ RTS 100 ആയതുകൊണ്ട് അതുപോലെ തന്നെ എന്തായിരിക്കും, PTQ തന്നെയായിരിക്കും, 100 ഡിഗ്രി ആയിരിക്കും. മനസ്സിലായില്ലേ, ഇനി അടുത്തത് ഏതാ കോൺ, ഈ കോൺ ആയിരിക്കും അല്ലേ. ഈ കോൺ നോക്കിയേ, ഇത് നമ്മൾ ഇങ്ങോട്ട് നീട്ടി വരക്കുന്നത് കേട്ടോ, ഇങ്ങോട്ട് കുറച്ച് നീട്ടി വരച്ചു, ഇതും കുറച്ച് ഇങ്ങോട്ട് നീട്ടി കൊടുത്തു കണ്ടോ. ഇവിടെ നോക്ക്, ഈ QPT എന്ന കോൺ, ഈ QPT എന്ന കോണിന്റെ മറുകോണാണ് ഇത് RST. മനസ്സിലായില്ലേ, കോൺ QPT എന്ന കോണിന്റെ മറുകോണാണ് RST. നമ്മൾ പഠിച്ചിട്ടുണ്ട്, രണ്ട് സമാന്തര വരകളെ ഒരു ചെരിഞ്ഞ വര മുറിച്ച് കടക്കുകയാണെങ്കിൽ അതിന്റെ മറുകോണുകൾ തമ്മിൽ തുല്യമായിരിക്കും അല്ലേ, മറുകോണുകൾ തുല്യമായിരിക്കും. അപ്പൊ ഈ കോണിന്റെ ഇവിടെ നോക്കിയേ, ഈ P എന്ന കോണിന്റെ മറുകോണാണ് S അല്ലേ, അതുകൊണ്ട് നമ്മൾ പേരെങ്ങനെ എടുത്തു, QPT. ഈ P എന്ന കോണിന്റെ മറുകോണാണ് S, അതുകൊണ്ട് RST. അപ്പൊ നോക്കിയേ എന്താ, QPT ഈക്വൽ ടു കോൺ എന്താ RST, കോൺ RST. എന്താ ബ്രാക്കറ്റ് എഴുതുന്നത്, മറുകോണുകൾ തുല്യമാണ്, മനസ്സിലായില്ലേ, മറുകോണുകൾ തുല്യമാണ്. എത്ര കോൺ RST കിട്ടിയത്, കോൺ RST എന്ന് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് എത്രയാണ്, 45 ഡിഗ്രി അല്ലേ. കോൺ RST എന്ന് പറയുന്നത് 45 ഡിഗ്രിയാണ്. അതുകൊണ്ട് തന്നെ കോൺ QPT എത്ര തന്നെയായിരിക്കും, അതുകൊണ്ട് കോൺ QPT സമം എത്ര തന്നെയായിരിക്കും, 45 ഡിഗ്രി. അപ്പൊ ഇതും കിട്ടി. അപ്പൊ ഇത് എത്രയാണ് നമുക്ക് കിട്ടിയത്, 45 ഡിഗ്രി കിട്ടി. അതേപോലെ ഇത് നോക്കിയേ, ഇതിന് മറുകോണാണ് ഇത് കണ്ടോ, രണ്ട് സമാന്തര വരകളെ മുറിച്ച് കടക്കുകയാണെങ്കിൽ രണ്ട് സമാന്തര വരകളെ ഒരു ചെരിഞ്ഞ വര മുറിച്ച് കടക്കുകയാണെങ്കിൽ അതിന്റെ മറുകോണുകൾ തമ്മിൽ തുല്യമായിരിക്കും അല്ലേ. ഇതിന്റെ മറുകോണാണ് ഇത്. അപ്പൊ ഇത് എത്ര തന്നെയായിരിക്കും, 35 ഡിഗ്രി ആയിരിക്കും. നോക്കിക്കോ, ഏത് കോണാണിത്, കോൺ PQT സമം കോൺ R ഇവിടെ TRS. ഇത് കാണിക്കാം, നോക്കിക്കോ, ഏതാ കണ്ടുപിടിക്കേണ്ടത്, ഈ കോണല്ലേ. അപ്പൊ ഏതാ കോൺ, PQT. കോൺ PQT സമം ഏതാ, കോൺ TRS, കോൺ TRS അല്ലേ. കോൺ PQT സമം കോൺ TRS. എന്തുകൊണ്ടാ, ഈ കോണിന്റെ മറുകോണാണ് ഇത്. മനസ്സിലായല്ലോ, ഈ കോണിന്റെ മറുകോണാണ് ഇത്. അതുകൊണ്ട് തന്നെ എത്രയാ, ഈ കോൺ എത്രയാണ്, 35 ഡിഗ്രി അല്ലേ. അപ്പൊ കോൺ TRS ഈക്വൽ ടു 35 ഡിഗ്രി. അതുകൊണ്ട് തന്നെ കോൺ PQT ഈക്വൽ ടു എത്ര കിട്ടും, 35 ഡിഗ്രി അല്ലേ. വേണമെങ്കിൽ
നമുക്ക് ബ്രാക്കറ്റ് എഴുതാം. എന്താണ്? മറുകോണുകൾ തുല്യമാണ് അല്ലേ? മറുകോണുകൾ തുല്യമാണ്. രണ്ട് സമാന്തര വരകളെ ഒരു ചെരിഞ്ഞ വര മുറിച്ച് കടക്കുകയാണെങ്കിൽ അതിലുണ്ടാകുന്ന മറുകോണുകൾ തമ്മിൽ തുല്യമായി. മനസ്സിലായില്ലേ? അപ്പോൾ ഈ കോൺ Q എന്ന് പറയുന്നത് കോൺ RS തുല്യമാണ്. കോൺ P എന്ന് പറയുന്നത് കോൺ S തുല്യമാണ്. മനസ്സിലായില്ലേ? കോൺ Q എന്ന് പറയുന്നത് കോൺ R RS അല്ല. കോൺ Q എന്ന് പറയുന്നത് കോൺ R തുല്യമാണ്. കോൺ P എന്ന് പറയുന്നത് കോൺ S തുല്യമാണ്. മനസ്സിലായില്ലേ? അപ്പൊ ഇത് എത്രയാണ് കിട്ടി? ഇത് എന്ന് പറയുന്നത് 35 അല്ലേ? നോക്കിക്കോ, നമുക്കിത് കിട്ടിയത് ശരിയാണെന്ന് എങ്ങനെയാ നോക്കല്ലേ? ഈ കോണുകൾ ഈ പിയും ക്യൂയും ടിയും കൂട്ടി എത്ര കിട്ടണം? 150 ഡിഗ്രി കിട്ടണം. കിട്ടുന്നതിലെ നോക്കിയേ, ഇത് 100 ആണ്, ഇത് 45 ആണ്. 45 80 പ്ലസ് 100 എത്ര? 180. മനസ്സിലായില്ലേ? ചിത്രത്തിലെ വലിയ ത്രികോണത്തിന്റെ ഇടതും വലതും വശങ്ങൾ ചെറിയ ത്രികോണത്തിന്റെ ഇടതും വലതും വശങ്ങൾക്ക് സമാന്തരമാണ്. വലിയ ത്രികോണത്തിന്റെ മറ്റു 2 കോണുകളും ചെറിയ ത്രികോണത്തിന്റെ 3 കോണുകളും കണക്കാക്കുക. നോക്കിക്കോ, ചിത്രത്തിലെ വലിയ ത്രികോണത്തിന്റെ ഇടതും വലതും വശങ്ങൾ ചെറിയ ത്രികോണത്തിന്റെ ഇടതും വലതും വശങ്ങൾക്ക് സമാന്തരമാണെന്ന ക്വസ്റ്റ്യൻ പറഞ്ഞു. നോക്കിയേ, ഈ AE എന്ന വശം ചെറിയ ത്രികോണത്തിന്റെ BDക്ക് സമാന്തരമാണ്. അതുപോലെ തന്നെ വലിയ ത്രികോണത്തിന്റെ BE എന്ന് പറഞ്ഞ വശം ചെറിയ ത്രികോണത്തിന്റെ CDക്ക് സമാന്തരമാണ്. ഇതിലൊരു കോൺ തന്നിട്ടുണ്ട്. ഏതാ? ABE. കോൺ ABE എത്രയാണെന്ന് തന്നിട്ടുണ്ട്? 60 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട് അല്ലേ? ഇനി നമുക്ക് നോക്കിയേ, ഈ സമാന്തര വരനെ കുറച്ച് ഇങ്ങോട്ട് നീട്ടി വരച്ചു. അതുപോലെ ഇത് കുറച്ച് ഇങ്ങോട്ടും ഇത് കുറച്ച് ഇങ്ങോട്ടും നീട്ടി വരച്ചു. ഇനി നോക്കാം. നോക്കിയേ, ABE കോൺ ABEയും കോൺ BCDയും എന്താണ്? സമാന കോണുകളാണ്. എന്തുകൊണ്ടാണ്? 2 സമാന്തര വരകളെ മറ്റൊരു വര മുറിച്ച് കടക്കുമ്പോൾ ഉണ്ടാകുന്ന സമാന കോണുകൾ തുല്യമായിരിക്കും. ഇത് 60 ഡിഗ്രി ആണെങ്കിൽ ഇത് എത്ര തന്നെയായിരിക്കും? 60 ഡിഗ്രി. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? കോൺ ABE ഈക്വൽ ടു കോൺ BCD അല്ലേ? അതുകൊണ്ട് കോൺ BCD സമം എത്ര കിട്ടും നമുക്ക്? 60 ഡിഗ്രി എന്ന് കിട്ടും. അത് ഞാനിവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ അടുത്തത് ഏത് കണ്ടുപിടിക്കാം? കോൺ ഏതാ? B അല്ലേ? C കിട്ടിയല്ലേ? കോൺ B കണ്ടുപിടിക്കാം. ഇവിടെ നോക്ക്, നമുക്കറിയാം കോൺ ABD തന്നിട്ടുണ്ട്. എത്രയാണ്? 70 ഡിഗ്രി അല്ലേ? അപ്പൊ ഇവിടെ നോക്ക്, കോൺ B കണ്ടുപിടിച്ചൂടെ? എന്തുകൊണ്ടാ? ഒരു രേഖീയ ജോഡിയിലെ കോണുകളുടെ അളവ് എത്രയായിരിക്കണം? 150 ഡിഗ്രിയാണ് അല്ലേ? ഇതൊരു രേഖീയ ജോഡിയല്ലേ? നോക്ക്, ഇത്രയും എന്ന് പറയുന്നത് എന്താണ്? ഒരു കോണും ഇത് പറയുന്നത് വേറെ ഒരു കോണാണ്. എന്തുകൊണ്ടാ? ഈ വരയെ അല്ലേ, ഈ AB എന്ന് പറഞ്ഞ വരയെ ഏത് വര മുറിച്ചെടുക്കുന്നുണ്ട്? BD എന്ന് പറഞ്ഞ വര മുറിച്ചെടുക്കുന്നത് അല്ലേ? ഇവിടെ ശ്രദ്ധിക്കുക, AB എന്ന് പറഞ്ഞ വരന BD എന്ന് പറഞ്ഞ വര മുറിച്ചെടുക്കുന്നുണ്ട്. അപ്പൊ എന്ത് ചെയ്താൽ നമുക്ക് കോൺ ABD പ്ലസ് നമുക്ക് ഏതാ കണ്ടുപിടിക്കേണ്ടത്? ഇതല്ലേ? അപ്പൊ എന്തെടുക്കാം? കോൺ DBC ഈക്വൽ ടു 150 ഡിഗ്രി. എന്തുകൊണ്ടാ? രേഖീയ ജോഡിയിലെ കോണുകളുടെ തുക എന്ന് പറഞ്ഞ എത്രയാണ്? 150 ഡിഗ്രിയാണ്. മനസ്സിലായില്ലേ? രേഖീയ ജോഡിയിലെ കോണുകളുടെ തുക 150 ഡിഗ്രി അല്ലേ? ഇവിടെ നോക്ക്, ഇത് രേഖീയ ജോഡിയല്ലേ? ഇത് ഇത്രയും വന്നു, ഇത് ഇത്രയും. മനസ്സിലായില്ലേ? ABD. പിന്നെ ഏതായത് നോക്ക്, ഇത് എത്രയാ? ഇതെത്രയാ നമുക്ക് കണ്ടുപിടിക്കാം? ഇതെത്രയാ? 60ഉം 70ഉം. 60 കൂട്ടണം 70 എത്രയാ? ഈക്വൽ ടു 130 ഡിഗ്രി. അപ്പൊ ഇത് നമുക്കറിയാം എത്രയാണ്? 130 ഡിഗ്രി എന്ന് അറിയാം. അപ്പൊ ഇത് കണ്ടുപിടിച്ചൂടെ? ഇത് 130 ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? 150 നിന്ന് മൈനസ് ചെയ്തതായിരിക്കും. നോക്കാം നമുക്ക്. കോൺ ABD എന്നാൽ എത്രയാണെന്ന് നോക്ക്. 60 ഡിഗ്രി പ്ലസ് 70 ഡിഗ്രി പ്ലസ് കോൺ DBC ഈക്വൽ ടു എത്രയാണ്? 150 ഡിഗ്രി അല്ലേ? ഇനി എന്ത് ചെയ്യാം? കോൺ DBC ഈക്വൽ ടു അങ്ങോട്ട് പോയാലോ? 150 മൈനസ് 60 ഡിഗ്രി കൂട്ടണം 70 ഡിഗ്രി എത്ര? 130 ഡിഗ്രി അല്ലേ? സമത്തിനപ്പുറം പോകുമ്പോൾ എന്താവും? മൈനസ് 130 ഡിഗ്രി ആവും. സമം എത്രയാണ്? 50 ഡിഗ്രി എന്ന് കിട്ടും.
അപ്പോൾ കോൺ DBC എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര കിട്ടി? ഈ കോൺ എന്ന് പറഞ്ഞത് 50 ഡിഗ്രി. മനസ്സിലായില്ലേ? ഇത് ഒരു രേഖീയ ജോഡിയാണ്. ഈ ABD എന്ന് പറഞ്ഞ കോണും പിന്നെ ഏതാ DBC എന്ന് പറഞ്ഞ കോണും അല്ലേ? ഇത് രണ്ടും കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടണം? 180 ഡിഗ്രി. ഇനി അടുത്ത കോൺ ഏതാ? ഇനി കണ്ടുപിടിക്കണേ. ഇതും കിട്ടിയില്ലേ? ഇനി ഇത് കണ്ടുപിടിച്ചില്ലേ? എന്തുകൊണ്ടാ? ഒരു ത്രികോണത്തിലെ കോണുകളുടെ തുക, ആകെ കോണുകളുടെ തുക എന്ന് പറഞ്ഞാൽ എത്രയാണ്? 150 ഡിഗ്രിയാണ്. അപ്പൊ ഏതെല്ലാം നോക്കാം? കോൺ ഏതാ? DBC പ്ലസ് കോൺ BCD പ്ലസ് കോൺ BDC ഈക്വൽ ടു എത്ര കിട്ടണം? 150 ഡിഗ്രി. എന്തുകൊണ്ടാ? ആകെ കോണുകളുടെ തുക എത്രയാണ്? തുക സമം എത്രയാണ്? 150 ഡിഗ്രി. ആകെ കോണുകളുടെ തുക എന്ന് പറയുന്നത് 150 ഡിഗ്രി കിട്ടണം അല്ലേ? ഏതാ? ഈ ത്രികോണത്തിന്. അപ്പൊ എത്ര കിട്ടും നോക്കിയേ? കോൺ DBC എത്ര? കോൺ DBC എന്ന് എത്രയാണ്? 50 ഡിഗ്രി. 50 ഡിഗ്രി പ്ലസ് കോൺ BCD എത്രയാണ്? 60 ഡിഗ്രി. 60 ഡിഗ്രി പ്ലസ് കോൺ BDC ഈക്വൽ ടു എത്രയാണെന്ന് അറിയാം? 180 ഡിഗ്രി അറിയാം. അറിയില്ലേ? ഇനി നോക്കാം. 50ഉം 60ഉം കൂട്ടിയാൽ എത്ര? 110 ഡിഗ്രി അല്ലേ? 110 ഡിഗ്രി പ്ലസ് എത്രയാ? കോൺ BDC ഈക്വൽ ടു 150 ഡിഗ്രി. ഇനി കോൺ BDC കണ്ടുപിടിച്ചൂടെ? ഈ 110നെ സമത്തിനപ്പുറം കൊണ്ടുപോയാൽ മതി. അപ്പോൾ കോൺ BDC ഈക്വൽ ടു 180 ഡിഗ്രി മൈനസ് 110 ഡിഗ്രി. എത്ര കിട്ടി നമുക്ക്? 70 ഡിഗ്രി. കോൺ BDC ഈക്വൽ ടു എത്ര കിട്ടി? 70 ഡിഗ്രി. അപ്പോൾ ഇതെത്ര കിട്ടി നമുക്ക്? 70 ഡിഗ്രി. അപ്പോൾ ഈ ത്രികോണമായി, ചെറിയ ത്രികോണമായില്ലേ? ഇനി ഏത് കണ്ടുപിടിക്കാം? വലിയ ത്രികോണം കണ്ടുപിടിക്കാം. ഇനി കണ്ടുപിടിക്കേണ്ടത് കോൺ AEB അല്ലേ? ഈ കോണാണ് കണ്ടുപിടിക്കേണ്ടത്. ഈ കോണാണ് ഇനി കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ നോക്കിക്കോ. കോൺ AEB എന്ന് പറയുന്നത് കോൺ EBDക്ക് എന്താണ്? തുല്യമായിരിക്കും. എന്തുകൊണ്ടാ? ഇവിടെ നോക്കിയേ. ഈ കോൺ എന്ന് പറയുന്നത് ഈ കോണിന്റെ മറുകോണാണല്ലേ? അതെ. കോൺ AEBന്റെ ഈ കോൺ AEB എന്ന് പറഞ്ഞ കോൺ EBDക്ക് എന്താണ്? മറുകോണാണ് അല്ലേ? ഈ കോണിന്റെ മറുകോണാണ് ഏത്? ഈ കോൺ. കണ്ടോ? ഇതൊരു സമാന്തര വരയല്ലേ? ഈ സമാന്തര വരയുടെ ഈ കോണിന്റെ മറുകോണാണ് ഈ കോൺ. അതുകൊണ്ട് ഈ കോണും എന്തായിരിക്കും? തുല്യമായിരിക്കും. അത് നമുക്ക് എന്ത് എഴുതാം? കോൺ AEB ഈക്വൽ ടു കോൺ EBD അല്ലേ? ഈ AEB എന്ന് പറഞ്ഞ കോൺ EBD എന്ന കോണിന് മറുകോണായിരിക്കും. അതൊക്കെ ശ്രദ്ധിച്ച് നോക്കിക്കോ. കണ്ടോ? ഈ സമാന്തര വരയാണ് അല്ലേ? ഈ സമാന്തര വരയുടെ മറുകോണുകളാണ് ഇവ. കണ്ടോ? അതുകൊണ്ട് തന്നെ അത് തുല്യമായിരിക്കും. അപ്പൊ എന്ത് എഴുതാം? കോൺ AEB എത്രയാണ്? കോൺ AEB നമുക്ക് കണ്ടുപിടിക്കേണ്ടതാണ്. കോൺ EBD എത്രയാണ്? 70 ഡിഗ്രി. അതുകൊണ്ട് കോൺ AEB എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 70 ഡിഗ്രി ആയിരിക്കും. എന്തുകൊണ്ടാ? മറുകോണുകൾ തുല്യമായിരിക്കും. അറിയില്ലേ? ഒരു സമാന്തര വരയെ അല്ലേ? ഒരു സമാന്തര വരയെ മറ്റൊരു വര മുറിച്ച് കടക്കുകയാണെങ്കിൽ മറുകോണുകൾ എന്തായിരിക്കും? തുല്യമായിരിക്കും അല്ലേ? ഇതൊരു വര മുറിച്ച് കൊടുക്കുന്നില്ലേ? ഈ ഒരു വര മുറിച്ചെടുക്കുന്നുണ്ട്. ഈ ഒരു വരയെ ഈ ഒരു വര മുറിച്ച് കടക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഈ വരയെ, ഇതൊരു സമാന്തര വരയാണെങ്കിൽ ഈ വര മുറിച്ച് കടക്കുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ മറുകോണുകൾ എന്തായിരിക്കും? തുല്യമായിരിക്കും. അപ്പോൾ AEB ഈക്വൽ ടു EBD. മനസ്സിലായില്ലേ? അപ്പോൾ ഇത് 70 ഡിഗ്രി എന്ന് കിട്ടി. ഇനി ഏതാ കണ്ടുപിടിക്കേണ്ടത്? ഇത് കിട്ടിയില്ലേ? ഇതെത്ര കിട്ടി?
70 ഡിഗ്രി എന്ന് കിട്ടി. ഇനി ഏതാ കണ്ടുപിടിക്കേണ്ടത്? ഇതാ, ഈ കോണാണ് കണ്ടുപിടിക്കേണ്ടത്. ഇത് സിമ്പിൾ ആണ്. എന്തുകൊണ്ടാ? രണ്ട് സമാന്തര വരകളെ മറ്റൊരു വര മുറിച്ച് കടക്കുകയാണെങ്കിൽ അതിലുണ്ടാകുന്ന സമാന കോണുകൾ തുല്യമായിരിക്കും. ഓക്കെ, ഇതിന് സമാനമായ കോൺ ഏതാ? ഇതല്ലേ? ഏതാ? ഇ എ ബിക്ക് സമാനമായ കോണാണ് ഏത്? ഡി ബി സി അല്ലേ? ഓക്കെ, തുല്യ കോണുകളാണ് രണ്ടും. അതുകൊണ്ട് തന്നെ എന്ത് എഴുതാം? കോൺ ഇ എ ബി ഈക്വൽ ടു കോൺ ഡി ബി സി അല്ലേ? നമുക്കറിയാം ഡി ബി സി എത്രയാണ്? 50 ഡിഗ്രിയാണ്. അതുകൊണ്ട് തന്നെ കോൺ എന്താ? ഇ എ ബി ഈക്വൽ ടു എത്ര തന്നെ? 50 ഡിഗ്രി തന്നെ. എന്തുകൊണ്ടാ? സമാന കോണുകൾ തുല്യമായിരിക്കും. സമാന കോണുകൾ തുല്യമായിരിക്കും. അല്ലെങ്കിൽ തുല്യമാണ് എന്ന് വേണം എഴുതാം. സമാന കോണുകൾ തുല്യമാണ്. അതുകൊണ്ട് ഇ എ ബി കൊണ്ട് എത്ര കിട്ടി? 50 ഡിഗ്രി. അപ്പൊ ഇത്രയും കിട്ടി 50 ഡിഗ്രി. ഇനി സംശയം ഉണ്ടെങ്കിൽ കൂട്ടി നോക്കിക്കോ. നോക്കിയേ, 50ഉം 60ഉം ത്രികോണം ഏതാ? എ ബി വേണമെന്ന് കൂട്ടി നോക്കിക്കോ. 50ഉം 60 എത്രയാണ്? 110. 110ഉം 70ഉം 180. അപ്പോൾ ഇത് ശരിയാണ്. അതുപോലെ തന്നെ ഇത് നോക്കിക്കോ. 50ഉം 60 എത്ര? 110. 110 70 എത്ര തന്നെയാണ്? 180. അതുകൊണ്ട് നമ്മൾ എല്ലാ കോണുകളും കണ്ടുപിടിച്ചു. സിമ്പിളാണ്, കുറച്ച് ചിത്രം നിരീക്ഷിച്ച് ചെയ്യണം. ഇനി ഈ ഇന്നത്തെ കണക്കിൽ അല്ലെങ്കിൽ ഇന്നത്തെ പ്രോബ്ലത്തിൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യമോ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഞാനത് തീർത്ത് തരുന്നതായിരിക്കും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.